ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ താഴെ കാണുന്ന ചുമന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണുണ്ട്, അതങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ വീഡിയോസും കൂടെ ഒന്ന് കയറി കാണണേ. ഇനി നമുക്ക് വിഷു എന്താ നമുക്ക് നോക്കാം. നമുക്ക് മൊത്തം 12 രാശിയുണ്ട്. മേടം, ഇടവം, മിഥുനം, അങ്ങനെ മീനം വരെ 12 രാശിയുണ്ട്. സൂര്യൻ ഓരോരോ മാസവും ഓരോരോ രാശിയിൽ സഞ്ചരിക്കും. അങ്ങനെ മേടം തൊട്ട് മീനം വരെ വരുമ്പം ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. എന്നിട്ട് മീനത്തിൽ നിന്ന് വീണ്ടും മേടത്തിലേക്ക് കയറുന്ന അടുത്ത റൗണ്ടിലേക്ക് കയറുന്ന ആ ദിവസമാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. പൊതുവെ എല്ലാ വർഷവും വിഷുവിന് ഒരു പേരുണ്ടാവും. ഈ വർഷം എന്ന് പറയുന്നത് വികാരി വർഷം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാകുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ചിട്ട് കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ ഈ വർഷം ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം കല്യാണം നടക്കും. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് ഈ പറയുന്ന ഉത്രാടം നക്ഷത്രക്കാർ ഈ വർഷം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. പൊതുവേ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന കാര്യം ഒരു 50% ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. ബാക്കിയുള്ള 50% അത് എങ്ങനെ ആയിരിക്കണമെന്ന്, അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഗ്രഹനില നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു നക്ഷത്രം മാത്രം വച്ചിട്ട് ആരുടെയും 100% കാര്യം ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഏതെങ്കിലും ജ്യോതിഷന്മാർ അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കരുത്. അത് മാത്രമല്ല, നമ്മൾ വിഷുഫലം പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 4 ഗ്രഹം എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ശനി, വ്യാഴം, രാഹു, കേതു. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ ഇരിക്കില്ല. ഈ പറയുന്ന 4 ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹു, കേതു 1.5 വർഷം ഒരു വീട്ടിലുണ്ടാവും, വ്യാഴം 1 വർഷം, ശനി 2.5 വർഷം. അങ്ങനെ ഇത് വെച്ചിട്ടേ നമുക്ക് ഫലം പറഞ്ഞാൽ വർഷഫലം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മാസഫലമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്രാടം നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ 75% ആൾക്കാരും മകരക്കൂറായിരിക്കും. 3 പാദമുണ്ട്. അതിനകത്ത് ഒരു പാദം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ധനുവിൽ വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന 75% ആൾക്കാർക്ക് മകരത്തിലുള്ള ഈ പറയുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് 6ൽ രാഹു സഞ്ചരിക്കുന്നു. പൊതുവെ ഒരുപാട് ജ്യോതിഷന്മാർ പറയാറുണ്ട് 3, 6, 11 വ്യാഴം രാഹു സഞ്ചരിക്കുക എന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറയും. പക്ഷേ ഈ പറയുന്ന 3, 11 കറക്റ്റാണ്. പക്ഷേ ഈ 6 എന്ന് പറയുന്നത് അത്രയ്ക്കും കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ഏതൊരു വീട്ടിൽ നിന്നാലും ആ വീട്ടിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും അത് കയറി അങ്ങ് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് 7ാമത്തെ വീട്ടിലായിരിക്കും കേതു. അതിനെ അങ്ങ് ഡിക്രീസും ചെയ്യും. അത് ചീത്ത കാര്യമായാലും നല്ല കാര്യമായാലും ആ വീട്ടിലുള്ള പറഞ്ഞിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളെല്ലാം അത് റെഡ്യൂസും ചെയ്യും. അങ്ങനെ ഈ 6ൽ രാഹു നിൽക്കുന്നത് 6 എന്ന് പറയുന്നത് മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ചെറിയ കടം, നമ്മുടെ ശത്രു, അസുഖം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഡിസീസ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമയത്തിന് ആഹാരം കഴിക്കാത്തത്, പിന്നെ നമ്മുടെ വീട്ടിലാരെങ്കിലും മറ്റേ ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള സംസാരം എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇഷ്യൂ വരുന്നത്, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ശത്രു മെയിനായിട്ട് ഫ്രണ്ട്സൊക്കെ ലോസായി പോകുന്നത്, മണി ലോസ് മെയിനായിട്ട് ഇതെല്ലാം കയറി ഈ പറയുന്ന രാഹു കയറി അങ്ങ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അത് വലിയൊരു ഗുണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ധനുവിലുള്ള കുറച്ച് ആൾക്കാർക്ക് 7 ആയിരിക്കും ഈ പറയുന്ന ഇത് വരുന്നത്, രാഹു നിൽക്കുന്നത്. അത് അവർക്ക് നല്ലൊരു ഗുണകരമായിട്ടുള്ളത്. കാര്യം അങ്ങനെ ഉള്ളവർക്ക് ഈ പറയുന്ന ധനു രാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കല്യാണം നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ബിസിനസ്സിലായാലും ഈ പറയുന്ന ഇവരുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ മകരം രാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാരുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ മാരേജ് നടക്കും. പിന്നെ ഹസ്ബൻഡായാലും ഹസ്ബൻഡ് വൈഫ് അവർക്കുള്ള ഗുണം, എഗ്രിമെൻറ്റ്, ബിസിനസ്, പിന്നെ ലീഗൽ കോൺട്രാക്റ്റ്, പിന്നെ സൊസൈറ്റിയിൽ നമ്മുടെ ഉള്ള ഒരു പേര്, പിന്നെ ലവ് സക്സസ്, നല്ല ആഹാരങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. നല്ല ഡ്രസ്സ്, അച്ഛൻ്റെ ചേട്ടന് ഗുണം, നല്ല ആക്ടിവിറ്റീസ്, ഇതൊക്കെ ഈ പറയുന്ന 25% ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനകത്തുള്ള ഒരു ദോഷം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ലഗ്നത്തിൽ
കേതു നിപ്പുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ ലഗ്നത്തിൽ കേതു നിപ്പുണ്ടെന്ന് പറഞ്ഞാൽ 12-ലായിരിക്കും. അങ്ങനെയാകുമ്പോൾ പൈസ നഷ്ടം അവർക്ക് ഉണ്ടാവും. ലഗ്നത്തിൽ കേതു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊരു വിരക്തിയാണ്. നമ്മൾ മൊത്തത്തിൽ തന്നെ നമ്മൾ തന്നെ ആ വെറുത്ത രീതിയിലുള്ള ഒരു ഫീലിങ്ങും കൂടെ ഈ പറയുന്നവർക്ക് ഉണ്ടാവും. അമ്മയുടെ അടുത്തുള്ള സ്നേഹം നഷ്ടപ്പെടാം. പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബർത്ത് പ്ലേസിൽ തന്നെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം, സന്തോഷം നഷ്ടപ്പെടാം. പിന്നെ ഈ പറയുന്ന ലഗ്നത്തിൽ തന്നെ പൊളിറ്റിക്സും വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെറിയ സ്കിൻ ഡിസീസും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെഡ്, ഫേസ്, പിന്നെ നമ്മുടെ ബ്രദറിനുള്ള ലാഭം, ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസും ഈ കേതു കാണിക്കുന്നുണ്ട്. പിന്നെ 75% മകരക്കാർക്ക് നമുക്ക് നോക്കാം. അങ്ങനെയാകുമ്പോൾ അത് അവർക്ക് ഇപ്പം 12-ൽ ശനി സഞ്ചരിക്കുന്നത്. പക്ഷേ ശനിയും കേതുവും ഉണ്ട്. കേതു നിൽക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ഒരു കേതു എന്ന് പറഞ്ഞാൽ 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 12-ൽ കേതു നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം നമുക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ 12-ൽ രാഹു നിന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഉറങ്ങും. കേതു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, 12 കേതു നിൽക്കുന്നത് ഒരുപാട് ദോഷങ്ങളുള്ള വീടായി 12 എന്ന് പറയുന്നത്. അത് മൊത്തം സ്റ്റോപ്പാക്കും കേതു. പിന്നെ അതിനകത്തുള്ള നല്ല ഒരു 1-2 ഇതും കൂടെ ഉണ്ട്. തൊഴിലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വിദേശത്ത് പോകുന്നത്, അതും ഈ പറയുന്നവർക്ക് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ശനി എന്ന് പറയുന്ന തൊഴിലാണ്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കൂടെ കേതു എന്ന് പറയുന്ന അത് ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ശനിയുടെ കൂടെ വ്യാഴം ഈ ഒക്ടോബറിൽ വരും. വ്യാഴം വന്നു കഴിഞ്ഞാൽ വ്യാഴം അതിൻ്റെ സ്വന്തം വീടാണ് വ്യാഴം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ പവർ അതിന് കൂടും. ശനി എന്ന് പറയുന്നത് തൊഴിൽ. അങ്ങനെയാകുമ്പം കേതുവിനെക്കാളും പവർ കൂടുതൽ ഈ 2 ഇതിനായിരിക്കും. ഇത് അങ്ങനെയാകുമ്പോൾ ഇതായിരിക്കും നടക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗുരു എന്ന് പറയുന്നത് പൊതുവേ ഈ വർഷം എല്ലാവർക്കും നല്ലത് ചെയ്യും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഗുരു ഈ ഒക്ടോബർ ആകുമ്പം ഗുരു അതിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ വരിക. അങ്ങനെയാകുമ്പോൾ സ്വന്തം വീട്ടിൽ വരിക എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗുരുവിന് നോർമലായിട്ട് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം അങ്ങനെയൊക്കെ വരുമ്പം പൊതുവേ ഗുരു എന്ന് പറയുന്നത് ധനുവിലും പിന്നെ മീനത്തിലും വരുമ്പോൾ അതിന് സ്വന്തം വീടാണ്. അതിനകത്ത് വരുമ്പം ഇതിൻ്റെ പവർ കൂടും. അത് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ സ്വന്തം വീട്ടിൽ ഇരിക്കുമ്പം അതിൻ്റെ കാര്യങ്ങൾ അത് ചെയ്യത്തുള്ളൂ. അങ്ങനെയാകുമ്പം ഈ പറയുന്നവർക്ക് 12-ൽ ഈ പറയുന്ന ശനി നിന്നാലും അത് വലിയ ദോഷം ചെയ്യാത്ത രീതിയിൽ ഈ ഒക്ടോബർ ആകുമ്പം വ്യാഴം വരുന്നതോടുകൂടി അവർക്ക് നല്ല വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് നല്ല ജോലിയും നല്ല ശമ്പളവും ഈ കാര്യങ്ങൾ, വൈഫിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും ഇത് ഗുരു തരും. അങ്ങനെയാകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണി ഇതെല്ലാം കൂടി ഗുരു തരുന്നതുകൊണ്ട് ഈ വരുന്ന ഒക്ടോബർ കഴിയുമ്പം ഈ മകര രാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ലൊരു ഗുണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. വിദേശത്ത് പോകാനുള്ളവർക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ചെറിയൊരു ബുദ്ധിമുട്ട് പോകാനുള്ള ഒരു ഇത് ഈ വരുന്ന ഒക്ടോബർ വരെ അവർക്കുണ്ട്. കാര്യം ശനിയും കേതു മാത്രം നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ വ്യാഴം വരുന്നതോടുകൂടി അതിന് നല്ലൊരു മാറ്റമുണ്ട്. എന്നാലും ഒരു ആവറേജ് വർഷം ആണെന്ന് ചോദിച്ചാൽ നല്ലൊരു വർഷമല്ല, എന്നാലും ഈ ഒക്ടോബർ കഴിയുമ്പോൾ ഏകദേശം അവർക്ക് നല്ലൊരു വർഷം ആവാനുള്ള ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം 50% ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള 50% വരെ അത് നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് അയച്ചു തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് സമയമുള്ളപ്പം ഞാനത് നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ റെമഡീസ് എന്തുവാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബാക്കിയുള്ള വീഡിയോയും കൂടെ ഒന്ന് കയറി ഒന്ന് കാണണം. താങ്ക് യു ഫ്രണ്ട്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.